സിനിമയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ലോക സിനിമ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കഥ എങ്ങനെ എഴുതിയിട്ടുണ്ടാവുക എന്നുള്ളത്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാല എന്ന മെയിനായിട്ട് ലോക സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത്. ഹോളിവുഡ് സിനിമയ്ക്ക് കോടികൾ ഉണ്ടാക്കാൻ കഴിയുന്നത് അവരുടെ കഥ കൊണ്ടല്ല, അവരുടെ മിത്തോളജിയാണ് അവർ ശരിക്കും വെക്കുന്നത്. അതായത് അവരുടെ ഐതിഹ്യമാല. ഇപ്പൊ തോറിന്റെ യൂണിവേഴ്സ് എടുത്തോളൂ, നോർസ് മിത്തോളജി എന്നാണ് തോർ യൂണിവേഴ്സ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒഡൈസി എടുത്ത് നോക്കിക്കോളൂ, ഗ്രീക്ക് മിത്തോളജി. ഗോഡ് ഓഫ് വാർ എടുത്ത് നോക്കിക്കോളൂ, അതും ഗ്രീക്ക് മിത്തോളജിയാണ്. ലോർഡ് ഓഫ് റിങ്സ് എടുത്ത് നോക്കിക്കോളൂ, യൂറോപ്യൻ ലെജൻസിന്റെ മിത്തോളജി. ഹാരി പോട്ടർ എടുത്ത് നോക്കിക്കോളൂ, ബ്രിട്ടീഷ് ഫോൾക്ലോറും. ഈ കഥകളൊക്കെ അവർ എഴുതിയിരിക്കണം അവരുടെ പഴയ മിത്തോളജിന്നും ഐതിഹ്യമാലയെന്നുമാണ്. എന്നാൽ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് നമ്മുടെ മിത്തോളജി ഐതിഹ്യമാലയും കറക്റ്റായിട്ട് അറിയില്ല. അതറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ പുസ്തകം വാങ്ങിയത്. ഒഡീസി ഒക്കെ എടുത്ത് നോക്കിക്കാളൂ, എന്താണ് ഇന്ത്യയിൽ തന്നെയാണ് അവർ ആദ്യം വന്ന് മാർക്കറ്റ് ചെയ്തതും ഇന്ത്യയിലാണ് ഫസ്റ്റ് റിലീസ് ഉണ്ടായത്. അമേരിക്കയിൽ പോലും റിലീസ് ആക്കിയിട്ടില്ല. സ്പൈഡർമാനും അതുപോലെ തന്നെയാണ് റിലീസ് ആക്കിയിരിക്കുന്നത്. അതുപോലെ കേരളത്തിനുമുണ്ട് കടമറ്റത്ത് കറ്റനാറ്, പറയപ്പറ്റ പന്തിരുകുലം, കള്ളിയങ്കാട്ട് നീലി. ഇതെല്ലാം ഈ ഐതിഹ്യമാല എന്ന് വന്നതാണ്. ഇവര് 3 പേര് മാത്രമല്ല, ചാത്തന്മാര്, നാഗകഥകള്, അർജുന കഥകള്, കൃഷ്ണ കഥകള്, കല്യാണ മഹോത്സവം, കായംകുളം കൊച്ചുണ്ണി, കാളിദാസൻ, ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ജീവിച്ചിരുന്ന വ്യക്തികളാണ്. അപ്പൊ ആ വ്യക്തികളെ ഒരു ഇതിഹാസ രൂപത്തിലാണ് ഈ പുസ്തകത്തിൽ ആക്കിയിരിക്കുന്നത്. ഇവരാരെയും നമ്മൾ ലോകത്തിന് കാണിച്ചിട്ടില്ല. ഇതിൽ ഓരോരോ വ്യക്തികളും ഓരോരോ കഥകളാണ്, ഓരോരോ സിനിമകളാണ്. 2 വോള്യങ്ങളുണ്ട്, 2 പുസ്തകമാണ്. മനോരമ ബുക്സ് ആണ് ഈ പുസ്തകം എന്തായാലും പ്രിന്റ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. നല്ല പാക്കിംഗ് ആയതുകൊണ്ട് നല്ല കട്ടിയുണ്ട് കേട്ടോ. തുറക്കുമ്പോൾ തന്നെ ആ പുസ്തകത്തിൻ്റെ മണം ഉണ്ടല്ലോ, എന്ത് രസമാണെന്നറിയാം. നല്ല പ്രിന്റിങ്ങിൽ 2 വാല്യങ്ങളാണ്. ഇതിൽ അവസാനം എഴുതിയ കാര്യങ്ങളൊന്നും ഞാൻ വായിക്കാം. ഒരു നൂറ്റാണ്ടിനപ്പുറത്ത് പ്രസിദ്ധിയുള്ള മലയാളത്തിലെ അപൂർവ പുസ്തകങ്ങളിലൊന്നാണ് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാല. മലയാള മനോരമയിലും ഭാഷാ പേഷിണിയിലും പ്രസിദ്ധീകരിച്ച് തുടങ്ങിയ കാലം മുതൽ മലയാളികൾ രസിച്ചു വായിച്ചു പോകുന്ന ഐതിഹ്യ കഥകളുടെ സമാഹാരമാണിത്. 2 വാല്യങ്ങളിലായി മനോരമ പുറത്തിറക്കുന്ന ഐതിഹ്യമാലയിൽ മറ്റു പതിപ്പുകളിൽ സമാഹരിക്കാതെ 2 കഥകൾ കൂടി കണ്ടെടുത്ത് ചേർത്തിരിക്കുന്നു. പ്രശസ്ത ചിത്രകാരന്മാരായ നമ്പൂതിരിയും CN കരുണാകരനും വരച്ച രേഖാചിത്രങ്ങളാണ് ഈ പതിപ്പിന്റെ മറ്റൊരു സവിശേഷത. അപ്പോൾ 520 രൂപയാണ് ബുക്കിന് കൊടുത്തിരിക്കുന്നത്. ഇത് എനിക്ക് ഓഫറിലാണ് കേട്ടോ ഈ 2 പുസ്തകങ്ങളും 570 കിട്ടിയിരിക്കുന്നത്. ഇത് ചരിത്രം വായിക്കാനല്ല, കേരളത്തിന്റെ ഏറ്റവും വലിയ സിനിമാറ്റിക് യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പുസ്തകം വാങ്ങിയത്. ഇത് ജസ്റ്റ് ഒരു വായിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ ഈ പുസ്തകം വാങ്ങിയത്. ഇതിലൂടെ വേറൊരു യൂണിവേഴ്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ പുസ്തകം ഞാൻ വാങ്ങിയിരിക്കുന്നത്.